ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുന്നത് വിധവയുടെ ചില്ലിക്കാശിനെ പറ്റിയാണ്. വിശുദ്ധ മർക്കോസ് അബ്രോറിന് എഴുതപ്പെട്ട കർത്താവിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 41 മുതൽ 44 വരെയുള്ള വചനങ്ങളാണ്. ഈ വേദഭാഗത്ത് യേശുതമ്പുരാൻ ഭണ്ഡാരത്തിന്റെ സമീപം ഇരുന്നുകൊണ്ട് ഭണ്ഡാരത്തിൽ ആളുകൾ നിക്ഷേപിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അനേകം ആളുകൾ, ധനികരായ ആളുകൾ വന്ന് തങ്ങളുടെ സമ്പൽ സമൃദ്ധിയിൽ നിന്ന് നാണയത്തൊട്ടുകൾ ഇടുന്നു. എന്നാൽ ഒരു വിധവ മാത്രം അവരുടെ ഇല്ലായ്മയിൽ നിന്ന് വളരെ ചെറിയ വില കുറഞ്ഞ നാണയത്തൊട്ടുകൾ വന്ന് അതിൽ നിക്ഷേപിക്കുന്നു. യേശുതമ്പുരാൻ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇവളാണ് ഏറ്റവും കൂടുതൽ ഈ നിക്ഷേപത്തിൽ സമർപ്പിച്ചത്. എന്നിട്ട് പറയുന്നുണ്ട്, മറ്റുള്ളവരെല്ലാം തങ്ങളുടെ സമ്പൽ സമൃദ്ധിയിൽ നിന്ന് ഒരു ഭാഗം സമർപ്പിക്കുമ്പോൾ ഇവൾ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തന്റെ ഉപജീവനത്തിന്റെ വക കൂടി അവൾ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. യേശുക്രിസ്തു നോക്കിയത് എത്രമാത്രം ഇട്ടു എന്നുള്ളതല്ല, എങ്ങനെ ഇട്ടു എന്നുള്ളതാണ്. അവളുടെ ഹൃദയം പൂർണ്ണമായും സമർപ്പിച്ച് അവൾ ഇല്ലായ്മയിൽ നിന്ന് കൊടുത്തത് കർത്താവിന് ഏറ്റവും പ്രിയങ്കരമായി. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ സമയം എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതാണ് ദൈവം നോക്കുക. ദൈവത്തിന് നാം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയം ഏതവസ്ഥയിലാണ്. പൂർണ്ണ മനസ്സോടെ ദൈവത്തിൽ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ദൈവം അതിനെ വിലമതിക്കും. ഹാബേലിന്റെ ബലി ദൈവം പ്രിയപ്പെട്ടെങ്കിൽ, ഹാബേലിന്റെ കുഞ്ഞാടിൽ ബലിയർപ്പണത്തിൽ ദൈവം പ്രിയപ്പെട്ടെങ്കിൽ, അബ്രഹാമിന്റെ ബലി ദൈവം ഇഷ്ടപ്പെട്ടെങ്കിൽ, അതിന്റെയൊക്കെ അർത്ഥം പൂർണ്ണ മനസ്സോടെ ദൈവത്തിന് കൊടുക്കാൻ അവർ തയ്യാറായപ്പോൾ അവരുടെ ബലികൾ ദൈവം സ്വീകരിച്ചു. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം പൂർണ്ണമായും കർത്താവിന് വിട്ടുകൊടുക്കാം. ദൈവത്തിൽ ആശ്രയിക്കാം. തമ്പുരാനെ, അങ്ങാണ് എന്റെ സമ്പത്ത്. ഈ ഭൂമിയിൽ യാതൊന്നിലും ഞാൻ ആശ്രയിക്കുന്നില്ല. എന്റെ അറിവിലോ എന്റെ ജോലിയിലോ എന്റെ ജീവിത പങ്കാളിയിലോ മക്കളിലോ എനിക്കുള്ള സമ്പത്തിലോ ഒന്നുമല്ല ഞാൻ ആശ്രയിക്കുന്നത്. നേരെ മറിച്ച് ദൈവമേ, അങ്ങയിൽ ആശ്രയിക്കുന്നു, അങ്ങയിൽ വിശ്വസിക്കുന്നു, അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറഞ്ഞ് പൂർണ്ണമായും ക്രിസ്തുവിന്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിച്ച് വിധവയായ സ്ത്രീയെ പോലെ, അവൾ നിക്ഷേപിച്ച നാണയത്തൊട്ടുപോലെ, കർത്താവെ, അടിയങ്ങളുടെ ജീവിതവും ഒരു തിരുമുൽ കാഴ്ചയായി സ്വീകരിക്കണമെന്ന പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കാം. അതിന് ഈ വചനഭാഗം ഇടയാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.